അപ്പോൾ ഈ വാലറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീചാർജ് ചെയ്തിട്ട് വെക്കാൻ പറ്റും. ഓരോ ഇതിപ്പോൾ 2 സ്പീഡ് പോസ്റ്റ്. ഒത്തിരി പേര് നമ്മളോട് ചോദിക്കുന്ന സംഭവമാണ്, നമുക്ക് ഈ പോസ്റ്റ് ഓഫീസ് ഇന്ത്യ പോസ്റ്റ് വഴി എങ്ങനെ നമുക്ക് COD അയക്കാൻ പറ്റുന്നത്. COD ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. COD നമുക്ക് 2 രീതിയിലാണ് അയക്കാൻ പറ്റും. ഒന്ന് VPP ആയിട്ട് അയക്കാൻ പറ്റും. അപ്പോൾ അതാകുമ്പോൾ കമ്മീഷനും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, കട്ടായി. അതായത് ഒരു 5% VPP കമ്മീഷൻ ആമസോൺ ഇന്ത്യ പോസ്റ്റ് എടുക്കുന്നത്. അല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ആമസോൺ തന്നെ ബൾക്ക് കസ്റ്റമർ രജിസ്ട്രേഷൻ. നിങ്ങൾ അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ നിങ്ങൾക്ക്, അതായത് ഇത് സ്ഥിരമായിട്ട്, അതായത് നിങ്ങൾ ഈ ഒരു ഓൺലൈൻ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾക്ക് ഡെയിലി അത്യാവശ്യം കൊറിയർ അയക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു കൊറിയർ സർവീസാണ് ഇന്ത്യ പോസ്റ്റ്. അപ്പോൾ നിങ്ങൾ ഏറ്റവും അടുത്തുള്ള ഇന്ത്യ പോസ്റ്റിന്റെ പോസ്റ്റിൽ പോയി കഴിഞ്ഞാൽ അവരെ സമീപിച്ച് നമുക്ക് എന്ത് ചെയ്യും, ബൾക്ക് കസ്റ്റമർ രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ബൾക്ക് കസ്റ്റമർക്ക് എടുത്തുള്ള ഇതെന്ന് വെച്ചാൽ നമുക്ക് ഒന്നാമത്തെ എനിക്ക് ഏറ്റവും പ്രയോജനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ GST ക്രെഡിറ്റ് കിട്ടും. നമുക്ക് GST ബില്ല് കാര്യങ്ങളൊക്കെ കിട്ടും. മറ്റേ നമ്മൾ GST അടയ്ക്കണമെങ്കിലും നമുക്ക് GST ക്രെഡിറ്റും കാര്യങ്ങളൊന്നും കിട്ടില്ല. പക്ഷേ ഇതാകുമ്പോൾ നമുക്ക് എന്ത് GST കാര്യങ്ങളൊക്കെ കിട്ടും, ബില്ല് കാര്യങ്ങൾ കിട്ടും. അതുപോലെ തന്നെ നമുക്ക് COD കറക്റ്റായിട്ട് നമ്മൾ അക്കൗണ്ടിലേക്കല്ല വരുന്നത്. ഇത് നമ്മൾ ഈ ഒരു ബൾക്ക് കസ്റ്റമർ എടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 20,000-ൽ താഴെയാണ് നമ്മൾ പേയ്മെന്റ് എങ്കിൽ നമുക്ക് ക്യാഷ് ആയിട്ട് കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ചെക്കായിട്ട് തരും. അപ്പോൾ ഇതിന് നമുക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, ഇന്ത്യ പോസ്റ്റ് നമുക്കൊരു പോർട്ടൽ നമുക്ക് തരുന്നു. ആ പോർട്ടൽ വെച്ച് നമുക്ക് എല്ലാ കാര്യങ്ങളും നോക്കാനും മാനേജ് ചെയ്യാനായിട്ടൊക്കെ ആയിട്ട് ബൾക്ക് കസ്റ്റമർ നമുക്ക് ഇത് യൂസർ നെയിം പാസ്വേഡൊക്കെ ഇന്ത്യ പോസ്റ്റിൽ കിട്ടും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ റീചാർജും കാര്യങ്ങൾ നമ്മളൊരു വാലറ്റ് പോലെയാണ്. അപ്പോൾ ഈ വാലറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീചാർജ് ചെയ്തിട്ട് വെക്കാൻ പറ്റും. ഓരോ ഇതിപ്പോൾ 2 സ്പീഡ് പോസ്റ്റിനും അതുപോലെ തന്നെ ബിസിനസ് പാർസൽ 2 എണ്ണത്തിനുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിന്ന് എന്ത് ചെയ്യുന്ന, അവർ അവിടെ ബുക്ക് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ എമൗണ്ട് കൊടുത്ത് കട്ടാവും. നമുക്ക് UPI വെച്ചിട്ട് തന്നെ ഇത് റീചാർജ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ മന്ത്ലി ബില്ല് കാര്യങ്ങൾ, റിപ്പോർട്ട്, എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ഇവിടെ അനലൈസ് ചെയ്യാനും റിപ്പോർട്ട് പ്രിന്റ് എടുക്കാനൊക്കെ സാധിക്കും. അപ്പോൾ പിന്നെ വേറൊരു ഇമ്പോർട്ടന്റ് അതല്ലെങ്കിൽ ഉപകാരപ്പെടുന്ന കാര്യം എന്ന് വെച്ചാൽ, ഇന്ത്യ പോസ്റ്റിൽ നമ്മളൊരു പാർസൽ അയക്കുമ്പോൾ റിട്ടേൺ ചാർജ് ഇല്ല. നമ്മൾ വേറെ ഇപ്പോൾ ഈ ഒരു സെയിം ഫെസിലിറ്റി തന്നെ നമുക്ക് ഡെലിവറി അല്ലെങ്കിൽ ആമസോണൊക്കെ തരുന്നുണ്ട്. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ ഇതിനൊക്കെ റിട്ടേണിന്റെ ചാർജ് വരും, ഡെലിവറി റേറ്റ് കുറവാണ്. പക്ഷേ ഇതിനകത്ത് നല്ല ഡെലിവറി റേറ്റ് കൂടുതലാണ്, നന്നായിട്ട് റിട്ടേൺസ് വളരെ കുറവായിരിക്കും. അഥവാ റിട്ടേൺസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ചാർജസ് ഇല്ല, റിട്ടേൺസ് നമുക്ക് ഫ്രീ ആണ്. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബൾക്ക് കസ്റ്റമർ രജിസ്ട്രേഷൻ ആമസോൺ അല്ല ഈ ഇന്ത്യ പോസ്റ്റിൽ എടുക്കുന്നത്.